വാസ്തു എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവ് നോക്കൽ മാത്രമല്ല എന്ന് പറയുന്നത് കേരള ജനതയോട് വളരെ അത്ര എളുപ്പമുള്ളതല്ല. കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ പണ്ടേ ബുദ്ധി കൊണ്ട് വാദിച്ച് ഇത് ഇങ്ങനെയാണെന്ന് വരുത്തി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തോ അന്ധവിശ്വാസമാക്കി കണ്ട് അല്ലെ അങ്ങനെ ഒരു മുഖപടം കൊടുത്തിട്ട് ആക്കുകയാണ്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വാസ്തു ആചാര്യന്മാരൊക്കെ എന്റെ ഗുരുക്കന്മാരാണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവര് തെറ്റെന്നല്ല കേട്ടോ പറയുന്നത്, അവരതാണ് പഠിച്ചത്, അവരച്ഛനന്മാരിൽ നിന്നൊക്കെ പഠിച്ച് അതാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത് അതിലും വലിയൊരു ശാഖയാണ്. ഒരു നൈരുത്യായാം വ്യാധി ഭയം എന്ന് പറയും. അതായത് തെക്ക് പടിഞ്ഞാറ് ദിക്കില് വെള്ളം ഉണ്ടോ അവിടെ എപ്പോഴും അസുഖം വരുന്നുണ്ടോ, ഭയം ഉണ്ടാവും. വാസ്തുഭാരതയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ആചാര്യൻ ഡോക്ടർ നിഷാൻ തോപ്പിൽ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. സാർ ഇപ്പൊ PhD ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ഒരു ടൈമാണ്. സാറിന്റെ ഈ ഒരു ജേർണിയിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് സാറ് നേരിടേണ്ടി വന്നേക്കണേ? വെല്ലുവിളിയല്ലേ, അതൊക്കെ ഒരു രസാ. എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തോളൂ. അതെന്താണെന്ന് അറിയോ? ഞാൻ പറയാൻ പ്രശ്നം ഉണ്ടാകണം എന്നാണ്, എന്നാലേ നമുക്ക് ലൈഫിന് ഗ്രോത്ത് ഉള്ളൂ. ഇല്ലേ എല്ലാം ഈസി ആയിട്ടായാലും അതിനൊരു രസമില്ലാന്നേ. ഒക്കെ കൈ കഴുകിയിരുന്നാൽ മതി, ചോറ് റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് മടിയന്മാരായി. പ്രശ്നം ഉണ്ടാകണം, അപ്പോഴാണ് ഇതിന് എങ്ങനെയാണ് അപ്പോഴാണ് നമ്മള് ഗ്രോത്ത് ഉണ്ടാകുക. ഞാൻ എന്റെ ഇതിൽ ഇതാണ് കേട്ടോ. എന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാല് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അതായത് കേരളത്തിൽ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ട്രഡീഷണൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ചുറ്റളവ് നോക്കുക, ഇത് മാത്രമാണ് വാസ്തു എന്നാണ് കേരളത്തിന്റെ ഒരു വിശ്വാസം. നമ്മളൊരു ഗുരു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ കണ്ണില്ലാത്ത സ്ഥലത്ത് ഒരു കണ്ണുള്ള ഒരാൾ വരുമ്പോഴുള്ള ഒരു ഇത്. അപ്പൊ അതേമാതിരി അപ്പൊ വാസ്തു എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവ് നോക്കൽ മാത്രമല്ല എന്ന് പറയുന്നത് കേരള ജനതയോട് വളരെ അത്ര എളുപ്പമുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാല് ഇത് ചെറുപ്പം മുതലേ അതാണ് കാണുന്നത്. ഇപ്പൊ എവിടെ ആയാലും വടക്ക് കിഴക്ക് എന്താ അടുക്കള ഉണ്ടാവും. വടക്ക് കിഴക്ക് എന്തുകൊണ്ടാണ് അടുക്കള വന്നത്? ശരിക്കും അതല്ല, അഗ്നികോണിലാണ് അടുക്കള വേണ്ടത്, തെക്ക് കിഴക്കാണ് വേണ്ടത്. പക്ഷെ ഇവിടെ വടക്ക് കിഴക്കുള്ളൂ. അതാണ് അങ്ങനെയാ വേണ്ടത്. അല്ല, ബാക്കിയൊക്കെ തെറ്റാ? അല്ല, നമ്മളെ കേരളത്തില് പണ്ടേ മുതലേ എല്ലാ വീട്ടിലും കിണറുണ്ട്. അപ്പൊ കിണറിന്ന് വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അടുക്കള എവിടെ വേണോ? അതിന്റെ അടുത്ത് വേണം, വടക്ക് കിഴക്ക്. അതുകൊണ്ട് വന്നതാ. ഇന്നിപ്പോ നമുക്ക് കിണർ എവിടെയെങ്കിലും കുഴപ്പമില്ല, പൈപ്പ് തിരിച്ചാൽ വെള്ളം വരും. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആ ഒരു പ്രോപ്പർട്ടീനെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു കൂടുതലായിട്ട് സമൃദ്ധിയിലാണ്. എന്തിനു പറയുന്നത്? ഒരു കേരളക്കാരനെയും ഒരു തമിഴ്നാട്ടുകാരനെ എടുക്കുക, ആരെ എനർജറ്റിക് മനസ്സിലാണില്ലേ? ഒരു പഞ്ചാബിനെ ഒരു മലയാളിനെ എടുക്കുക, മനസ്സിലായില്ല? ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവർക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ പണ്ടേ ബുദ്ധി കൊണ്ട് വാദിച്ച് ഇത് ഇങ്ങനെയാണെന്ന് വരുത്തി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തോ അന്ധവിശ്വാസമാക്കി കണ്ട് അല്ലെ അങ്ങനെ ഒരു മുഖപടം കൊടുത്തിട്ട് ആക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഇതായിരുന്നു, ഇതിന്റെ സയന്റിഫിക് ഫാക്ടർ എങ്ങനെ ആളുകളിൽ എത്തിക്കുക. ഞാൻ ഇവിടുത്തെ വാസ്തുവിദ്യാ ഗുരുകുലത്തിലും പഠിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വാസ്തു ആചാര്യന്മാരൊക്കെ എന്റെ ഗുരുക്കന്മാരാണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവര് തെറ്റെന്നല്ല കേട്ടോ പറയുന്നത്, അവരതാണ് പഠിച്ചത്, അവരച്ഛനന്മാരിൽ നിന്നൊക്കെ പഠിച്ച് അതാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത് അതിലും വലിയൊരു ശാഖയാണ്. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ നമ്മള് ഈ ചെറുപ്പക്കാരാണ് ഇത് പഠിക്കേണ്ടതെന്നാ ഞാൻ പറയുക. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നല്ല ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു വീട്ടിലായി ആ വീടില് താമസം തുടങ്ങിയത് ഒരു പ്രശ്നമാണ്. ഇതെന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നത് ഈ വാസ്തുശാസ്ത്രത്തിലുള്ള ഓരോരോ അലൈൻമെന്റ്സ് ഉണ്ട്. അത് കറക്റ്റായി ഫോളോ ചെയ്താലാണ് നമുക്ക് സമൃദ്ധി വരിക. ഇല്ലയോ നമ്മള് മുന്നത്തെ വീട്ടിനെക്കാട്ടി എങ്ങനെയൊക്കെയോ പൈസയൊക്കെ എടുത്തിട്ട് കടമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വീട് ഉണ്ടാക്കുക, അവിടെ നേരെ താഴേക്ക് പോലെ. ഇവിടെയാണ് നമ്മൾ ആ വാസ്തു അപ്ലൈ ചെയ്യേണ്ടത്. അധികം ആൾക്ക് അറിഞ്ഞൂടെ ഇതിന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ട് തന്നെ. അതായത് വാസ്തുവിലൂടെ ഇങ്ങനെ ഒരു ഇമ്പാക്ട് വരും എന്നുള്ള അധികം അറിയില്ല. എല്ലാവർക്കും വീടിന്റെ അല്ലെങ്കിൽ ആ ഒരു അറ്റകുറ്റപ്പണി അത് അറിയുള്ളൂ. അത് മാത്രല്ല, ഇതിപ്പോ ജോലി ഇല്ലാത്ത എന്തോ അവന്റെ പ്രശ്നമാണ്. അതൊന്നല്ല, ജോലി ഇല്ലെങ്കിൽ കാരണം ആ വീട്ടിന് അതിൻ്റെ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാവും. ജോലി കിട്ടണില്ല എങ്കിൽ ഇപ്പൊ കുട്ടികൾ ഉണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നതാണ് കൗണ്ട് കുറവാണ് സയന്റിഫിക്കലി ഓക്കെയാണ്. കൗണ്ട് കുറയാൻ ഫാക്ടർ ഉണ്ടാവും. അത് ഇന്ന റൂമിൽ കിടന്നു കഴിഞ്ഞാൽ കൗണ്ട് കൂടും. ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് എന്നുള്ള അധികം ആൾക്ക് അറിയില്ല. ഇപ്പൊ IVF ഒക്കെ ആയിട്ട് കുറെ ആളുകൾ പൈസ ചെലവാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റിസൾട്ട് വരണോ നമ്മൾ ആ കിടക്കുന്ന സ്ഥലം, കിടക്കുന്ന റൂം, കിടക്കുന്ന രീതി,
അവിടുത്തെ എനർജി ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും ഉണ്ടാവില്ല ഒക്കെ നടക്കും. ഞാൻ ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ പറ്റി എനർജി ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത്, ഈ ഈവിളൈ എന്നൊരു സംഭവം അതിനെ പറ്റിട്ട് എന്താ സാറിന് പറയാനുള്ളത്? അത് ഈവിളൈ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണ് പറ്റിയ കണ്ണ് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ഒരാളുടെ ഇത് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിക്ക് അതാകും. പക്ഷെ സ്പോയിൽ ആകണോ വേണ്ടിയോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കുക. എനർജി ഇരിക്കും, അതാകും. ഇപ്പൊ ഞാൻ പറയാണ്, പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ നിങ്ങളെ മുന്നിൽ നിക്കണേ, എന്തുള്ള പുളിപ്പുള്ള പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ എന്തുണ്ടായി? വന്നോ വെള്ളം വന്നോ? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഞാൻ ആകെ 2 വാക്ക് പറഞ്ഞ് പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ. അപ്പോഴേക്കും നിങ്ങളിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടായി. അതുപോലെ ഓരോ ആളുകൾ പറയുന്നത്, ഓരോ ആൾ കാണുന്നത്, ഇതൊക്കെ വലിയ അതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യും. അത് അൺനോയിങ്ലി അത് എഫക്ട് ചെയ്യും. ഇതിനെയാണ് കണ്ണു പറ്റുക പറയാ. അപ്പൊ ഇതിനൊക്കെ സയന്റിഫിക് സൈഡ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇരുടാണ്, എന്താ ചെയ്യാ? ഇരുട്ടാണെങ്കിൽ ഇരുട്ടിലല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു വെളിച്ചം ലൈറ്റ് കത്തിക്കുക വേണ്ട. ഇരുട്ടാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇരുട്ടിലല്ല വെളിച്ചത്തിലാ. ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കുക വേണ്ട. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കണ്ണു പറ്റുകയൊക്കെ ചെയ്യും, നാച്ചുറലി പറ്റും. അപ്പൊ ഒന്ന്, നമ്മളെ സമൃദ്ധി ആരാ അനുഭവിക്കണ്ടേ? എന്തിനാ നാട്ടുകാരൊക്കെ കാണിക്കുന്നത്? അപ്പൊ കുറെ ആളൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് അച്ചീവ് ചെയ്തു, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത് കുറെ കുശുമ്പൊക്കെ വരും. ഓൻ എങ്ങനെ നടന്ന ആളാണെന്ന് എനിക്ക് അറിയാലോ, ഇപ്പൊ ഓൻ്റെ ഗമ ഉണ്ടാ. പക്ഷെ അവൻ അങ്ങനെയാകാം, അതിന്റെ പിന്നിൽ കുറെ ത്യാഗം ഉണ്ടാവും. ഇന്നലെ ഞാനൊരു വലിയ ഇവിടെ ഇപ്പൊ കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്. അവിടെ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഈവിളയിൻ്റെ വന്നു. അപ്പൊ അവരുടെ വീട്ടിന്റെ മുന്നിലുള്ള ആൾ, അപ്പപ്പാ വലിയ വീട്, 2 കാറ്, അപ്പൊ ചേച്ചി പറയാ, സാറേ ഞാനും ഭർത്താവ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സാറേ ഇവിടെ എത്തിച്ച്. ഇപ്പൊ വീട്ടിന്റെ മുന്നിലുള്ളവരൊക്കെ ഇങ്ങനെ പറയണ അതൊരു വേദനയല്ലേ സാർ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ ലോകം. അപ്പൊ എന്താണ് അതിനുള്ള മെഷർ നമ്മൾ വേറെ എടുക്കുക, ടൂൾ എടുക്കുക. ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞു കൊടുത്തു, അതുവരെ ചെയ്തു, ഫ്രീ ആയി. അല്ല പറയണെന്താണ്, ഇതിനൊക്കെ ഇതുണ്ട്, ഇതൊക്കെ നടക്കും കേട്ടോ. അത് പക്ഷെ ഇത് ഇങ്ങനെയുള്ളത് ആര് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഹാർഡ് വർക്ക്, അതുമാതിരി തന്നെ സ്മാർട്ട് വർക്ക്. ഈ വർക്ക് എന്തായാലും ഉണ്ടാവും, ഇല്ലാണ്ട് ഒന്നും അച്ചീവ് ചെയ്യില്ല. അച്ചീവ്മെന്റിന്റെ അർത്ഥം എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, കർമ്മ തിയറിയാണ്. അപ്പൊ ആ വർക്ക് കൊണ്ട് മാത്രമേ ഉള്ളൂ അച്ചീവ്മെന്റ് വരുള്ളൂ. അപ്പൊ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് പറ്റണില്ല, അപ്പൊ ഒരു ഈ നായി, അപ്പൊ ആ മുഖഭാവം മാറി. ഇതാണ് ഈ വിള എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അയാളൊന്നും ചെയ്യണ്ട, കാരണം ഒന്നും ചെയ്തൊരു കാര്യമില്ല. അപ്പൊ എന്താ, നമ്മൾ അതിനുള്ള ഒന്ന് സാഹചര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. 2, ഇനി അഥവാ ആയി അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, പ്രതിവിധികൾ എടുക്കുക. അങ്ങനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, അതേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വാസ്തു ആയി വന്നു കേരളത്തില്, ഞാൻ വന്നപ്പോ ഇന്ത്യ ഈ കോലത്തിൽ ഈ രീതിയിൽ ഒരു പക്ഷെ ഞാൻ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ സാധാരണ ഇവിടുത്തെ ഒരു വാസ്തുക്കാരെന്ന് പറയുമ്പോൾ അത് അപ്പൊ എന്താ സാധാരണക്കാരൻ വാസ്തുക്കാരൻ ഭയം വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ അന്ന് വരെ കേരളത്തിൽ കണ്ട ശൈലി അതാണ്. അപ്പൊ അത് വരുമ്പോ എന്താ, പുതിയൊരു സാധനം വരുമ്പോ ഈ പറഞ്ഞ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി വന്നതാ. അല്ല നല്ല നല്ല പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇത് മാത്രമല്ല, അങ്ങനെ കരുതി കൂടിയിട്ട് എന്റെ ശിഷ്യന്മാരെന്നെ എനിക്ക് ഭാരം വെച്ചൊക്കെ ഉണ്ട്. മീൻസ് എനിക്കെതിരെ ചില മന്ത്രവാദ പ്രയോഗങ്ങളൊക്കെ നടത്തി നടക്കുന്നുണ്ട്. അല്ലെ ഇതൊക്കെ പറഞ്ഞതാണ്, ഇതൊക്കെ ഉണ്ടാവും. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാ. പക്ഷെ നമ്മൾക്ക് വേണ്ട നമ്മള് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തുകൊള്ളുക. പിന്നെ യൂണിവേഴ്സിനൊട്ടാതെ നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മൾ നന്നാവുമ്പോൾ പല തുള്ളി പെരുവെള്ളമായിട്ട് ഓരോ ആളുകളും നന്നാവുമ്പോൾ എന്താവും, യൂണിവേഴ്സ് നന്നാവും. പിന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ സിദ്ധാന്തം എന്താ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും ആത്മസുഖത്തിനായി വരണം, മറ്റുള്ളവർക്കും കൂടി നല്ലതിന് വരണം. ആ ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോന്നും ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വാസ്തുവൊക്കെ നമുക്ക് സമൃദ്ധി തരും. ഗുഡ്, താങ്ക് യു വെരി മച്ച്. നല്ല ചോദ്യമായിരുന്നു കേട്ടോ അത്. അപ്പൊ സാർ 2025 ഇതാ തീരാൻ പോവാണ്. എന്തൊക്കെയാണ് ഇനി 2026 സാറിന്റെ പ്ലാൻസ്? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്റേത് ഒരു ഇന്റർനാഷണൽ പ്ലാൻ ആണ് കേട്ടോ. ഇപ്പൊ അടുത്ത ജനുവരി മുതൽ തന്നെ തുടങ്ങുന്നത് അബ്രോഡാണ്. അത് പക്ഷെ ഞാൻ പറയതാണ്, സാറിന്റെ പ്ലാൻ സാറ് ഗംഭീരാക്കും. ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്നൊന്ന് വിചാരിക്കേണ്ട ആള്. പക്ഷെ ഞാൻ പറയാ, കേരളത്തിലുള്ള ഓരോ ആളുകളും 2026 ആയിട്ടല്ല നോക്കേണ്ടത്, ഇപ്പോഴെന്നെ ചില ഇത് സ്വീകരിക്കുക.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ 9 രൂപേന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്മസ് 25-ന് 26 മുതൽക്ക് 26, 27, 28 ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഒരു 9 രൂപ മുടക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പലതും പരീക്ഷിക്കണല്ലേ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, ഒന്ന് അറിഞ്ഞു നോക്ക് ഇതാക്കിയിട്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2026 സമൃദ്ധിയിലാകണം. അങ്ങനെയാണെങ്കിൽ എല്ലാം തുടങ്ങുന്നത് സ്വന്തം ബെഡ്റൂം എന്നാണ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ബെഡ്റൂം. അതായത് നമ്മളെ വീടുന്നു നമ്മളെ ബെഡ്റൂം എന്നാണ്. അപ്പൊ അവിടെയാണ് ആദ്യം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ അറിയായിരിക്കും, വാസ്തു അറിയായിരിക്കും, എന്തൊക്കെ ആയിരിക്കും, നിങ്ങൾ വലിയ സംഭവമൊക്കെ ആയിരിക്കും, സംഭവം ആയിക്കോട്ടെ, എന്നാലും നമുക്ക് അതുക്കും മേലെ എങ്ങനെ നമുക്ക് ഉയരാം. ഇപ്പൊ ഭഗവാൻ ശിവനടക്കം മെഡിറ്റേറ്റ് ചെയ്യുക, അപ്പൊ മൂപ്പർക്ക് എന്തിനാ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം? അപ്പൊ പറയാണ് അതുക്കും മേലെ, അതിലും മേലെ ഉള്ളത്. അപ്പൊ 2026 ഇതിൽ നിന്നും ഈ വർഷത്തിലെ കാട്ടും അതിലും എല്ലാത്തിലും നമ്മൾ പ്രോഗ്രസ്, ഹെൽത്തിൽ പ്രോഗ്രസ് ഉണ്ടാവണം, വെൽത്ത് പ്രോഗ്രസ് ഉണ്ടാവണം, റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാവണം, അതുപോലെ തന്നെ സോഷ്യൽ കോണ്ടാക്ട്സ് നമ്മളെ പുറമെ ഉള്ളവരുമായിട്ടുള്ളതിലും പ്രോഗ്രസ് ഉണ്ടാവണം. ഈ 4 എണ്ണത്തിലും പ്രോഗ്രസ് ഉണ്ടാവണം. ഹെൽത്തിൽ ഉണ്ടാവണം, വെൽത്തിൽ ഉണ്ടാവണം, റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം, അതുമാതിരി തന്നെ സോഷ്യൽ കോണ്ടാക്ട്സ് സാമൂഹികമായിട്ടുള്ള ഇതിലും. അപ്പൊ ഇത് പ്രോഗ്രസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ ചെറിയൊരു വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഒന്ന് ഹെൽത്ത്. ഇപ്പൊ ഹെൽത്തിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്തുവിൽ കുറെ മെഷേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു, അപ്പൊ ആ കിഴക്കുന്നുദിക്കുന്ന സൂര്യന്റെ കിരണങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ വരികയാണെങ്കിലോ അപ്പോഴാണ് കഫമൊക്കെ കുറയുക. നേരം മറിച്ച് കിഴക്ക് അടഞ്ഞെടുക്കുകയാണെങ്കിലോ കഫമായിരിക്കും. നേരം എടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ചമയ്ക്കും. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരോഗ്യ പ്രശ്നമല്ല, ആക്ച്വലി ആ സൂര്യന്റെ പ്രകാശം നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ വരണില്ല. ഇപ്പൊ ഫ്ലാറ്റിലാണ് കുഴപ്പമില്ല, അതിനായിട്ടുള്ള റെമഡീസ് ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗപ്പെടുത്തുക, ഓരോരോ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, ഒരു നൈരുത്യായാം വ്യാധി ഭയം എന്ന് പറയും. അതായത് തെക്ക് പടിഞ്ഞാറ് ദിക്കില് വെള്ളം ഉണ്ടോ അവിടെ എപ്പോഴും അസുഖം വരുന്നുണ്ടോ, ഭയം ഉണ്ടാവും. അപ്പോൾ നമ്മളെ സൗത്ത് വെസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് വാസ്തുവിന്റെ കുറെ മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ ആക്കിയിട്ട് നമ്മളെ വീട് ഈ 2026 ആകുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ ഹൗസാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞ മാതിരി അൺവാണ്ടഡ് ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക, അസുരന്മാരൊക്കെ അതാക്കുക, ദേവനാക്കി മാറ്റുക, പോസിറ്റീവ് എനർജി ആക്കി മാറ്റുക. പിന്നെ വെൽത്തിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഈ ഒരു 26 നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള നില എങ്ങനെയായിരിക്കണം. എപ്പോഴും ബാങ്കും ലോണൊക്കെ ആയിട്ട് തന്നെ മതിയോ, അത് മാറ്റണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? 2026 അവസാനം ആകുമ്പോഴത്തേക്ക്, ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും ഇപ്പൊ തന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവിടെ എത്താം. യെസ് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് മോഹൻലാൽ പറഞ്ഞാൽ ചോദിച്ചു പോകേണ്ടി വരും. ഇനിയിപ്പൊ ചോദിച്ചു പോകുമ്പോ എന്താണെന്ന് വെച്ചാൽ സമയം പിടിക്കും. അത് മാത്രമല്ല ചിലവർ നിങ്ങളെ പറ്റിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്നും കറക്റ്റ് വഴി പറഞ്ഞു തരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ചോദിച്ചു പോകണമല്ലോ, തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കും. പക്ഷെ നമ്മളെ ലക്ഷ്യം അവിടെ എത്തുക എന്നാണ്. അപ്പൊ ഒരു ഗൂഗിൾ മാപ്പ് ഇവിടെ നിന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്തിന് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇതുപോലെ വാസ്തു നമ്മൾ ഉപയോഗിക്കുകയാണോ, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 100% നടക്കും. കറക്റ്റ് വേ കിട്ടും. അത് കറക്റ്റ് വേ. അപ്പൊ വീടിന് ദോഷമുണ്ട് അതിനിത് മാറ്റാന്നല്ല, ലൈഫ് നല്ല സമൃദ്ധിയിലേക്ക് നയിക്കാനാണ്. അപ്പൊ അത് സാമ്പത്തികമായിട്ട് നമുക്ക് എങ്ങനെ വേണം, മന്ത്ലി എത്ര ഇൻകം വേണം, അങ്ങനെ വേണമെങ്കിൽ ഡെയിലി എത്ര വേണം, അതിന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാക്കണം. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നമ്മളെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ എങ്ങനെയാക്കണം, സോ ദാറ്റ് ഇത്രയും കോൺട്രിബ്യൂഷൻ നമുക്ക് റിയാക്ഷൻ ആയിട്ട് വരണം. അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വാസ്തു സഹായിക്കും. അത് നമ്മളെ എവിടെ നമ്മളെ അലമാര വെക്കണം എന്നുള്ളത് മുതൽക്കുള്ള ഹെൽപ്പ് അതിലുണ്ടാവും. ഗുഡ്. ഏത് ഉഗാണ്ടെ പോയാലും ശരി, പണം എവിടെ എത്തണോ, ആ ഒരു സാധനത്തിനൊരു പാത്വേ, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ എന്താ അച്ഛനും മകനും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകുക എന്നാണ്. അപ്പൊ നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവണം, നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നുണ്ടാവണം. പക്ഷെ വെറും കടം വായിടിക്കുന്ന സുഹൃത്തുക്കൾ മാത്രമേ ശരിയാകൂ, ഗ്രോത്ത് ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. ചില ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള ആളുകൾ മാത്രം എന്തുകൊണ്ടാണ് ഈശ്വരൻ എൻ്റെ അടുത്ത് വരുന്നത്? ഇത് യഥാർത്ഥത്തില് നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങളെ വീട്ടിന്റെയും ജോലി സ്ഥലത്തിന്റെയും പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് വരിക. വൈകിട്ട് എന്താ പരിപാടി,
അപ്പൊ അത് വരുന്നത് എന്തുകൊണ്ട് ഈ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ളവർ വരാൻ കാരണം വാസ്തുവിലാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ വാസ്തുവില കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ 2026 ആകുമ്പോ ജീവിതം ആസ്വദിക്കാം, പക്ഷെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ എത്തിക്കണം. ഇത്ര നേരം ഒരുപാട് അറിവുകൾ നമ്മളായിട്ട് പങ്കുവെച്ച നിഷാന്ത് സാറിന് നന്ദി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.